എന്നെ രാഷ്ട്രീയക്കാരനായിട്ട് കണക്കാക്കണ്ട. ഞാൻ ഇറങ്ങും. അതിൻ്റെ പിറകിൽ ഇപ്പോൾ ബി ജെ പിയുടെ കൊടി ഉണ്ടായിരിക്കും. അതെനിക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഈ 370 ആർട്ടിക്കിൾ കൊണ്ട് ആർക്കാണ് ഗുണമെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. പണ്ട് RSSൻ്റെ പ്രചാരകമായിരുന്ന സമയത്ത് തന്നെ അവിടെ പോയി കൊടി നാട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഇന്നത്തെ ഈ മോദിജി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ. അന്ന് അവിടെ ഒരുത്തം കയറി ചെല്ലാൻ ധൈര്യപ്പെടാത്ത സമയത്ത് ഇതിന് ഇരട്ടച്ചങ്കും 4 ചങ്കൊന്നും വേണ്ട, ഒറ്റ ചങ്ക് മതി. അയ്യോ, ഇൻ ഇന്ത്യൻ ദാറ്റ്സ് ഓൾ ഗുഡ് ഫോർ മീ. നിങ്ങൾക്ക് എന്ത് ഈ പട്ടാളക്കാർക്ക് ആരെങ്കിലും തെറി വിളിച്ചത്ര പ്രശ്നം? ഞാൻ നല്ല പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡാണ്. എൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു, രാഷ്ട്രമാണ് എൻ്റെ രാഷ്ട്രീയം. മക്കളെ, ഞാൻ ഈ 66 വയസ്സ് വരെയ്ക്കും ഒരു അധികാരത്തിൻ്റെയും ഇതില്ല. ഞാൻ സ്വന്തമായിട്ടൊരു മേജർ രവി എന്നുള്ള പേരുണ്ടാക്കിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ചു, അവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ല. രാഷ്ട്ര സേവനത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സൈനികൻ, സാമൂഹ്യ സേവനത്തിലും കലയിലും സിനിമയിലും ദേശീയത മനസ്സുകളിൽ ജ്വലിപ്പിച്ച മേജർ AK രവീന്ദ്രൻ എന്ന ശ്രീ മേജർ രവിയാണ് ഇന്ന് ബ്രേവിൻ്റെയോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം സർ. കേരളം പോലൊരു സംസ്ഥാനത്ത് MLA-മാരില്ലാത്ത ഒരു പാർട്ടിയാണ് BJP. MP-മാരുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് 16% വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് BJP-യിലേക്ക് ഒരു എൻട്രി സാർ? ആദ്യമായിട്ട് ഞാൻ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ബിക്കോസ് ഞാൻ BJP-യിലോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ BJP തന്നെ ആയിരുന്നു. ഓക്കെ, പിന്നെ പല പ്രൊപ്പഗണ്ടകളും വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു, രാഷ്ട്രമാണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത്. ഓക്കെ, ആൻഡ് പ്ലസ് ഐ എം എ മോദി ഭക്തൻ. ദ ഡേ ഹി ടുക്ക് ഓവർ, അതിനു മുന്നേ ഞാൻ BJP-യുടെ വലിയൊരു നേതാവ്, ലീഡർ നേടുന്ന അടൽ ബിഹാരി വാജ്പേയി ജി എന്ന് പറയുന്ന ഒരു സാത്വികനായിട്ടുള്ള ഒരു സന്യാസി വര്യൻ. പക്ഷെ അദ്ദേഹം വളരെ സോഫ്റ്റായിരുന്നു. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെൻറ്റിമെൻ്റലാവും. പിന്നെ വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത സംസ്കാരത്തിന് ആ ഹിന്ദിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷെ അദ്ദേഹം ശക്തമായിട്ട് ചില നിലപാടുകൾ എടുക്കാൻ പലപ്പോഴും ശക്തി കാണില്ല. അദ്ദേഹം വീക്കായി പോയിക്കളെ, ബിക്കോസ് ഹീ ഈസ് എ വെരി സോഫ്റ്റ് പേഴ്സൺ. ബട്ട് ദെൻ ഹി ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ. ദെൻ അപ്പോൾ ആ സമയത്താണ് കാർഗിൽ യുദ്ധം നടന്നത്. ഓക്കെ, ഒരു യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വളരെ ബൂസ്റ്റിംഗ് കൊടുക്കുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഇപ്പം മോദിജി വന്നതിന് ശേഷം വരുന്നതിന് മുന്നേ തന്നെ ഐ യൂസ് ടു ഒബ്സർവ് മോദിജി ഇൻ ഗുജറാത്ത്, ആൻഡ് ദറ്റ് കോമ്പിനേഷൻ വാസ് സോ നൈസ്. ദാറ്റ് ഈസ് അമിത് ഷാജി ആൻഡ് മോദിജി, ദിസ് ടു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടയ്ക്ക് നിൽക്കാൻ. ബിക്കോസ് ഇന്ന് ഞാനും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ഈ വേദവാക്യം ഓതിയത് കൊണ്ട് മാത്രം ഓടുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ പല ശത്രു രാജ്യങ്ങളും ഇതിനകത്ത് വളരെയധികം ശത്രുതയുടെ വിത്തുകൾ പാകിക്കഴിഞ്ഞിരിക്കുന്നത്. അത് പല രാഷ്ട്രീയ പാർട്ടികളിൽ കൂടി ആവാം. പക്ഷേ ഇതിലൊക്കെ അവർ വീണ് പോയിട്ടുണ്ട്. പക്ഷേ BJP എന്ന് പറയുന്ന പാർട്ടി ഇന്നവരെ അതിൽ വീണിട്ടില്ല. ഏത് സ്റ്റേറ്റ് ഭരിച്ചാലും അവിടെ ടെററിസം ഒരിക്കലും വളരാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ BJP-യിലോട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് 2016 കുമ്മനം രാജേട്ടൻ എന്നോട് തൃപ്പൂണിത്തുറ നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പേപ്പറിലടക്കം അനൗൺസ് ആയതാണ്, നീ ഇലക്ഷൻ നിൽക്കുമെന്നും പറഞ്ഞിട്ട്, MLA ഇതിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, രാജേട്ടൻ ഞാൻ നിൽക്കില്ല. അപ്പോഴും എൻ്റെ അടുത്ത് പാർട്ടി മെമ്പർഷിപ്പില്ല, ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ BJP-യിലോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു വിരോധാഭാസമുണ്ട്. ഇന്ന് വന്നതല്ല എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്തു. ഈ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും എനിക്കറിയാം. എൻ്റെ ഫ്രീഡം വളരെയധികം കർട്ടയിലാവും. പണ്ട് ഞാൻ P. രാജീവ് എൻ്റെ സുഹൃത്താണ്, പക്ഷെ അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, ആ ഇൻഡിവിജ്വൽ എങ്ങനെയുണ്ട്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റേജിലും പോയിട്ടുണ്ട്. അതെനിക്ക് പാർട്ടി മെമ്പർഷിപ്പില്ല. അതേപോലെ തന്നെ ഞാനിപ്പോൾ കേരള യാത്ര ഇതിലേ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചല്ലേ, ഇതിന് മുന്നേ ഒരു കേരള യാത്രയിൽ എന്നെ പട്ടാമ്പി വിളിച്ചിട്ട് ആദരിച്ചതിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ ഇരിക്കുന്നത്, ഈ ഇരിക്കുന്നത്. അന്ന് രമേശ് ചേട്ടനാണ് എനിക്ക് സൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഇത് പട്ടാമ്പിക്കാരനായി എന്നെ ആദരിച്ചതാണത്. അപ്പോൾ അവിടെയും ഞാൻ പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇപ്പം തൃപ്പൂണിത്തുറ പോയപ്പോഴത്തേക്കും ആരാണെന്ന് പറഞ്ഞ് വരുത്തിയെന്നുള്ളത് എനിക്കറിയില്ല. അവിടെ വന്നിരിക്കുന്ന ഹൈബി ഗേട്ടനും അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്രേട്ടൻ ഇവരൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല സുഹൃത്തുക്കളുണ്ട്.
പിന്നെ ചില ഇൻഡിവിജ്വൽസ് ചെയ്യുന്ന കോപ്രായങ്ങൾക്ക് ഞാൻ അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ കണ്ടാൽ പോലും എനിക്ക് മിണ്ടണമെന്ന് തോന്നില്ലായിരിക്കും. അത് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഐ വിൽ അവോയ്ഡ് ദം റാദർ ദാൻ ഗോയിങ് ആൻഡ് കോൺഫ്രണ്ടിങ് വിത്ത് ദം. അതിനെയൊക്കെ ബെറ്റർ എന്താണ്, യു ജസ്റ്റ് അവോയ്ഡ് ദം. അപ്പോൾ നമുക്ക് മനസ്സമാനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്നിപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ കാരണമുണ്ട് ഇവിടെ. കാരണം കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഇവിടെ പല സംഗതികളിലും ഞാൻ വളരെയധികം അപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവം ഞാൻ ഈ ഒറ്റയ്ക്ക് എങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്നിരുന്ന ഒരു അനന്തപുരി സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ളൊരു ഒരു കൂട്ടായ്മയുണ്ട്, ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന. അപ്പം അവിടുത്തെ രാജേന്ദ്ര പ്രസാദും അവനാണ് എപ്പോഴും കിടന്നിട്ട് ശല്യം ചെയ്യുക. ശല്യം എന്ന് പറഞ്ഞാൽ അവർ പട്ടാളക്കാർക്ക് വേണ്ടി സംസാരിക്കാനാണ്. ഒരടി നടന്നു, പട്ടാളക്കാരെ പോലീസ് അടിച്ചു, അപ്പോഴത്തേക്കും എനിക്ക് കോൾ വരും. അപ്പോഴത്തേക്കും അവനും കിടന്നു ഓടും, എല്ലാം ഓട്ടമായി. എന്നിട്ട് ഞാൻ പിന്നെ ഗവൺമെൻറ് വിളിക്കുന്നു. അന്ന് ലോക്നാഥ് ബെഹ്റ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ വിളിച്ചിട്ട് ആ ലെവലിലങ്ങ് സോർട്ട് ഔട്ട് ചെയ്യും പട്ടാളക്കാർക്കുള്ളത്. പിന്നെ ഒരുത്തൻ കള്ളം കുടിച്ചിട്ടിരുന്നിട്ട് രാത്രിയിലിരുന്നിട്ട് പട്ടാളക്കാരൻ്റെ കാല് തൊടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയുടെ കാല് നിൽക്കുന്ന പോലെയാണെന്നും പറഞ്ഞിട്ട് ഒരുത്തൻ എന്തോ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിലും ആക്ഷൻ എടുക്കാൻ വേണ്ടി. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ, ആ മനുഷ്യൻ്റെ അത് ഫുഡ് കോർപ്പറേഷനിൽ എവിടെയോ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു MD എന്ന് പറഞ്ഞാൽ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് ഈ പട്ടാളക്കാർക്ക് ആരെങ്കിലും തെറി വിളിച്ച അത്ര പ്രശ്നം? ഞാൻ നല്ല പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഞങ്ങൾക്ക് ഈ തെറി വിളിക്കുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം ഞങ്ങൾ നാടിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടില്ല. അത് നിങ്ങളെപ്പോലെ അല്ല എന്ന്. പക്ഷേ ഇത് എത്ര കാലം ഞാൻ ഈ ഒറ്റയ്ക്ക് നടന്ന് ഫൈറ്റ് ചെയ്യും? ഈ സമയത്ത് എൻ്റെ പട്ടാളക്കാർക്ക്, ഇവിടുത്തെ എക്സ് സർവീസ്മെനും വിഡോസിനും സെർവ് ചെയ്യുന്ന പട്ടാളക്കാർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ സിനിമയിൽ കൂടെയാണ് എൻ്റെ കീഴ്ചക്ര കൊണ്ടുവന്നിട്ടാണ് പട്ടാളക്കാർക്ക് വളരെയധികം റെസ്പെക്റ്റും ജനങ്ങൾക്ക് വേറൊരു ലെവലിലുള്ള പട്ടാളക്കാർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയവർ. അതിനുശേഷം കേരളം അവർക്ക് കൊടുത്ത റെസ്പെക്റ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ അടക്കം അമ്മമാർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് തെരിയിപ്പിക്കുന്ന സമയത്ത് അവരൊന്ന് കുട്ടികളുടെ അടുത്ത് പറയാം, പട്ടാളക്കാരാണ്, മിലിറ്ററി ആർമി ഓഫീസറാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ സിനിമകളിൽ കൂടെ ഉണ്ടാക്കിയെടുത്തു. ഇനി എനിക്ക് വേണ്ടത് അവരുടെ പ്രൊട്ടക്ഷൻ എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ഒരു പട്ടാളക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചു, അടിപിടി. ഈ അടിപിടി ഉണ്ടാകുന്ന പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ടാണ് അടിപിടിയാണ്. പക്ഷെ ഉണ്ടായാലും പട്ടാളക്കാരൻ്റെ മേൽ കൈ വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റിമെൻ്റലാവും. അത് കൈയും കാലം കുടിച്ചെന്നൊക്കെ പറയുന്ന സമയത്ത് 10 ആൾക്കാർ കൂടി എന്നിട്ട് അടിക്കുമ്പോൾ അതിന് നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി വിളിക്കുന്നവർ നമ്മൾ CMൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിളിച്ചു, പരിചയമുള്ളവർ വിളിച്ച് ആക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഹൗ ഫാർ ഇറ്റ് ക്യാൻ ഗോ ലൈക്ക് ദിസ് ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് നിന്നിട്ടെന്നുള്ളതിൻ്റെ മുകളിൽ ആണ് ഞാനിങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് ഒരിടത്തുനിന്ന് എന്താണ് ഈ പുറത്ത് നിൽക്കുന്നത്, വൈ ഡോണ്ട് യു കം ഇൻസൈഡ് എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, ഞാൻ കം ഇൻസൈഡ് ആണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് ചെയ്യാൻ എന്നെ സഹായിക്കുമെങ്കിൽ യെസ് ഐ വിൽ കം ഇൻസൈഡ്. എനിക്ക് അതിലൊന്നും നഷ്ടപ്പെടാനില്ല, എനിക്കിത് ഗെയിൻ ചെയ്യാനേ ഉള്ളൂ. അതേ സമയത്ത് ഇന്നലെ ഇൻ്റർവ്യൂവിലടക്കം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പാർട്ടിയിലോട്ട് വരുന്നത് സീറ്റ് കിട്ടാനില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മേജർ രവിക്ക് സീറ്റ് കിട്ടാനാണെങ്കിൽ 2016 കുമ്മനം രാജേട്ടൻ ഇന്നും ജീവനോട് ഇരിപ്പുണ്ട്. ചോദിച്ചു നോക്കും എത്ര പ്രാവശ്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, രവി ഒരു പ്രാവശ്യം യെസ് എന്ന് പറ. എന്നിട്ടാണ് വിശ്വംഭരൻ സാറിനെ അവിടെ പിടിച്ചു നിർത്തിയത്. ഞാൻ പറഞ്ഞു ഇല്ല രാജേട്ടൻ, ഞാൻ വർക്ക് ചെയ്യാം, എനിക്ക് അധികാരത്തിന് ഞാനിതൊക്കെ കണ്ടിട്ട് ആഘോഷിച്ചിട്ടുള്ള ആളാണ്. 30ാമത്തെ വയസ്സിലടക്കം ഞാൻ ശരിക്കും നല്ല അധികാരം ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ ബ്ലോക്കിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എനിക്കിതൊന്നും വലിയ കാര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ചോദ്യം. ഇപ്പോഴും ഞാനത് തന്നെയാണ്. അപ്പോൾ ഈ BJPയിലോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ റെക്കോർഡിക്കലായി. ഇനിയുള്ള പ്രശ്നം എന്താണ്, ഇനി എന്നെ രാജീവ് ക്യാമ്പയിൻ വിളിച്ച് എനിക്ക് പോകാൻ പറ്റില്ല, രാജീവ് വിളിക്കൂല എന്നെ. അപ്പം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. ദാറ്റ്സ് ഓക്കെ, ദേ ആൾസോ വിൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ദെൻ അറ്റ് ദ സെയിം ടൈം ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇനിയിപ്പോൾ എന്താണ്, BJP എന്ന് പറയുന്നത് ഒരു കാഡർ പാർട്ടിയാണ്. സോ ഐ ഹാവ് ടു ഫോളോ സെർട്ടൺ കാഡർ സിസ്റ്റംസ്, സെർട്ടൺ പോയിൻറ്റ്സ്. ഇഫ് ഐ ക്യാൻ സ്പീക്ക് ടു ദ പ്രസിഡൻസിക്ക് ഇത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, അത് പേഴ്സണലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതൊരു കൺവിൻസ് ആവണമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇല്ലേ, ഓക്കെ, ദാറ്റ്സ് എ പാർട്ടി ഡിസിഷൻ എന്നുള്ളതിൻ്റെ മുകളിൽ ഇരിക്കുമോ. എന്നിട്ടൊരു ലെവലിൽ എന്നെക്കൊണ്ടത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് ഗ്രോസ് വയലേഷനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിൽ റിട്ടയറായിട്ടിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം അവർക്കും എൻ്റെ കാര്യം കൊണ്ട്, അപ്പം ഞാനിപ്പോൾ ഇന്നലെ നദ്ദാജിയായിട്ട് സംസാരിച്ചപ്പോൾ ഈ പ്രശ്നം പറഞ്ഞിരുന്നു, എന്ത് പോയിൻ്റ് ഉണ്ടെങ്കിലും മേജർ
2 ദിവസത്തിനകത്ത് എഴുതി അറിയിക്കൂ, പട്ടാളക്കാരുടെ കാര്യങ്ങൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് സോൾവ് ചെയ്യാം, എന്താണ് പരിഹരിക്കാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാജ്നാഥ് സിംഗ് ജി വരുന്ന സമയത്ത് ഞാനൊരു റാലി വെച്ച് അതിൽ നിങ്ങൾ അനൗൺസ് ചെയ്യൂ. പട്ടാളക്കാർക്ക് ആ കോൺഫിഡൻസ് കിട്ടട്ടെ. ഡിഫൻസ് മിനിസ്റ്റർ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. UP എന്ന് പറയുന്ന സ്ഥലത്താണ് 22 കോടി ജനങ്ങളുള്ളത്. ഇവിടെ നമുക്ക് 3.5 കോടി ജനമാണുള്ളൂ, 320 പ്ലസ്. ഇതിൽ ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്ന UPക്കാണ് പട്ടാളക്കാരുടെ സ്ട്രെങ്ത്തിൽ. രണ്ടാമത് ഏതാണെന്ന് ഇന്ത്യയിൽ കേരളമാണ്. അപ്പം 2,47,000 എക്സ് സർവീസ്മാൻമാരുണ്ട് ഇവിടെ 2028 കണക്ക് പ്രകാരം. വിഡോസ് ഉണ്ട്, പിന്നെ സെർവിങ് ഉണ്ട് 1.5 ലക്ഷത്തോളം. ഇപ്പം എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 ലക്ഷത്തോളം ആളുകൾ ഇവിടെ ഉണ്ടത്. ഇവരെ ആരും നോക്കുന്നില്ല. ഇവർക്ക് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് CND ഗ്രേഡിലുള്ള ആളുകൾക്കുള്ള റിസർവേഷൻ പോലും ഇവിടെ കിട്ടുന്നില്ല. ഇത് ഭരിക്കുന്ന പാർട്ടിക്കാരെടുത്തുകൊണ്ട് പോകും. പക്ഷെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്കൊരു ബലം വേണമെങ്കിൽ ഐ ഗോട്ട് ടു ഹാവ് സംതിങ് അറ്റ് ദ സെൻറ്റർ. അല്ലാതെ മേജർ രവിക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഇപ്പോഴും ഒന്നുകൂടെ പറയുന്നു. ഇതിനുള്ള അധികാരം എന്നുള്ള അതിനാ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു സംതിങ് ഫോർ ദിസ് പീപ്പിൾ. എലോങ് വിത്ത് ദാറ്റ് എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന കുറേ ജാതി മത ഭേദമന്യുള്ള കുറേ ആളുകളുണ്ട്. ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ BJP എന്ന് പറയുന്ന സമയത്ത് പ്രൊപ്പഗണ്ട കേൾക്കാം, വർഗീയത ഉണ്ടാവും, ഇവിടെയൊക്കെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരെന്ന്. ഇവിടെ ഒരു മതസ്പർദ്ധയും BJP ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇത് നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കണം അവർക്ക്. സോ ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ഐ ആം ബേസിക്കലി എ പ്രൊട്ടക്ടർ എന്നുള്ളൊരു ഫീൽ വരുന്ന സമയത്ത് അതിലെപ്പോഴും പറയുന്ന ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ജാതി മതത്തിനെ നോക്കിയിട്ടല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇഫ് യു ആർ എൻ ഇന്ത്യൻ, ഇഫ് യു ലവ് മൈ കൺട്രി, ഐ ലവ് യു, ഐ വിൽ ഗിവ് മൈ ലൈഫ് ഫോർ യു. ഇതാണ് ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ടാണ് ഞാൻ BJPയിൽ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇലക്ഷൻ തുകയിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ബട്ട് ഐ വിൽ ബി ഡൂയിങ്, ഐ വിൽ ബി വർക്കിംഗ് ഫോർ ദിസ് തിങ് ബിക്കോസ് സ്ട്രെങ്തനിങ് മോദിജീസ് ഹാൻഡ് എന്നുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ആരെന്ത് പ്രൊപ്പഗണ്ട ചെയ്താലും ശരി, ഏത് പാർട്ടിക്കാർ പ്രൊപ്പഗണ്ട ചെയ്താലും ശരി, വാട്ട് ഈസ് എ പൊസിഷൻ ഓഫ് അവർ കൺട്രി എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും പറയായിരിക്കുമല്ലോ. ലോകരാഷ്ട്രങ്ങളിൽ പെട്രോളിയം പ്രൊഡക്റ്റിന് വില കുറഞ്ഞപ്പോഴും നമ്മളിവിടെ കുറച്ചില്ല. വി ഡിഡ്ന്റ്. വൈ? ബിക്കോസ് വി വർ ഇംപ്രൂവിങ് ദ ഫോറിൻ കറൻസി റിസർവിൻ്റെ പൊസിഷൻ നമ്മൾ അത്രയും കൂട്ടുമായിരുന്നു. അത് ജനത്തിനെ ബാധിച്ചില്ലെങ്കിൽ കൺട്രീനെ നന്നായിട്ട് അതങ്ങ് ബൂസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അതിൻ്റെ സ്ട്രെങ്ത്താണ് ഇന്ന് മോദിജി ഏത് രാഷ്ട്രത്തിൽ പോയി ഇറങ്ങുന്ന സമയത്തും അവിടെ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ റിസീവ് ചെയ്യുന്ന കണ്ടാലറിയാം എന്താണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മോദിജി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ പൊസിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ലണ്ടനിൽ പോയപ്പോൾ പോലെ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്ത് അവിടെ ഇറങ്ങിയിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇതേ ആൾ 12 വർഷം മുന്നേ ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട്. ഐ വാസ് ഇൻസൾട്ടഡ് വെരി ബാഡ്ലി ഓവർ ദ. തിരിച്ചു വരുന്ന സമയത്ത് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടിയ ആൾ അന്ന് ഞാൻ ബിസിനസ് ക്ലാസ് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ സൈഡിൽ അവിടെ നിൽക്കുന്നുണ്ട്, ലൈനുണ്ട് കുറച്ച്. അപ്പോൾ അവിടുത്തെ കസ്റ്റംസിൻ്റെ ഇവരുടെ ഇമിഗ്രേഷൻ ആളുകൾ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കം ദിസ് സൈഡ്, യു ക്യാൻ ഗോ ഹിയർ. അവരെന്നെ വേറൊരു ലൈനിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ട് ഞാനവിടെ പോയി അത് കാണിച്ചു കൊടുത്തു. അയാൾ നോക്കി സ്റ്റാമ്പ് അടിച്ചു. എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. സോ ദിസ് ഈസ് ദ റെസ്പെക്ട് വിച്ച് യു ഏൺ നൗ. ഇന്ന് ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ട്, എന്നിട്ട് ഇവിടുത്തെ ജനങ്ങളത് മനസ്സിലാക്കണം. ഈ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ട് ഓൺ അറൈവൽ വിസ കിട്ടുന്ന എത്ര രാഷ്ട്രങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അവിടെ നിൽക്കുന്ന സമയത്ത് ഇഫ് ഐ ക്യാൻ ഡൂ സംതിങ് ഫോർ മൈ കേരള സോൾജേഴ്സ് ആൻഡ് മൈ പീപ്പിൾ, കേരളത്തിലെ ഈ 3 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. കാരണം ഞാൻ എന്നും മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ രാഷ്ട്രീയക്കാരനായിട്ട് കണക്കാക്കണ്ട, ഞാൻ ഇറങ്ങും. അതിൻ്റെ പിറകിൽ ഇപ്പോൾ BJPയുടെ കൊടി ഉണ്ടായിരിക്കും, അതെനിക്ക് ആവശ്യമാണിപ്പോൾ അത്. ബിക്കോസ് ആ സെൻട്രലിൻ്റെ ബെനിഫിറ്റുകൾ എനിക്ക് ഇവർക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യെസ് ദിസ് ഹസ് കം ഫ്രം സെൻറ്റർ എന്നുള്ളതും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി സാറ്റിസ്ഫൈങ് ജോബ്. അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ ഇതായത്. പിന്നെ ഇതിനകത്ത് ഇന്നലെ BJPയുടെ തന്നെ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, സാർ ഇതിനകത്ത് ചില കുനിഷ്ടന്മാർ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ 91 രാജിവെച്ച് പോയതല്ല. ഇവർക്ക് ആർക്കും അറിയില്ല മേജർ രവിക്ക് മെമ്പർഷിപ്പേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ പ്രൊപ്പഗണ്ട പറയുന്നവർക്ക് ദേ ഡോണ്ട് വാണ്ട് മീ ടു കം. എന്താണത്? ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ പേടിയാണോ, അതോ ഞാൻ കൊള്ളരുതാത്തവനായതുകൊണ്ടാണോ? പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്ക് ഞാനുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർ പറയുമ്പോൾ ഞാനത് റെസ്പെക്റ്റ് ചെയ്യാം. പിന്നെ അതില്ലാത്തവരെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. സോ
ഇതെല്ലാം ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരാനും കാരണം ഐ എം ഗെറ്റിംഗ് എ പ്ലാറ്റ്ഫോം ടു സേ ദാറ്റ് ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇതുകൊണ്ടാണ് ഞാൻ പണ്ടും പാർട്ടിക്കാരൻ തന്നെ, പണ്ടും മോദി ഭക്തനെ, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇത് അറിഞ്ഞിട്ട് പിന്നെയും ഇയാൾ ചിലപ്പോൾ കോൺഗ്രസ്സിൽ കാണാം. ഞാൻ കോൺഗ്രസ്സിലും ഇവിടെയൊക്കെ പോരുന്ന എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് എവിടെയില്ല. എനിക്കിഷ്ടമാണ്. ഇപ്പം IB-യുടെ നാളെ എന്നെ ക്യാമ്പിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് കോൺഗ്രസ് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്, അതും ടോപ്പ് ലീഡേഴ്സ്. അത് അന്ന് എനിക്ക് പോകാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ, ഞാൻ ഈ ഡിസിഷൻ എടുത്തു. കാരണം ഇനിയിപ്പം എൻ്റെ ഈ പട്ടാളക്കാരുടെ ചികിത്സാ പ്രശ്നം ഭയങ്കരമായിട്ടൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് തിങ്. അത് എനിക്ക് വരുന്ന കോളുകൾ ആർക്കും അറിയില്ല എത്രയാണ് വരുന്നത്. പലരുടെ കോൾ വരുന്നുണ്ട്. സാറേ ഞങ്ങൾക്ക് ഇവിടെ റിസർവേഷൻ ഉണ്ട്, ഇത്രയും ജോലിയുണ്ട് സാർ സെക്യൂരിറ്റിയിൽ, പക്ഷേ ഞങ്ങൾക്കത് കിട്ടുന്നില്ല സാർ. 93 വേക്കൻസികളിൽ 90 വേക്കൻസിയും അവന്മാരെ എടുത്തിരിക്കുന്നു. 3 എണ്ണമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എത്ര കോളം എനിക്ക് വരുന്നുണ്ട്, ആരുടെ കോളാന്ന് പോലും എനിക്കില്ല, പക്ഷേ പട്ടാളക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് എന്തെങ്കിലും ഒരു ലെവലിലേക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ മോദിജിക്ക് അത് ദാറ്റ് വേ ഐ വിൽ ബി സ്ട്രെങ്തനിങ് ദ ഹാൻഡ് ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്. അല്ലാതെ ഡോണ്ട് ഗിവ് മീ എനിത്തിങ്. സാർ 90കളിൽ കശ്മീരിൽ ഉണ്ടായിരുന്നു, അതിന് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു വ്യത്യാസം, അന്നത്തെ കാശ്മീരും ഇപ്പോഴത്തെ കാശ്മീരും തമ്മിലുള്ളൊരു വ്യത്യാസം സാറിന് അനുഭവപ്പെടുന്നുണ്ടല്ലോ എങ്ങനെ? ഇൻസിഡൻ്റലി നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിലും അഡ്വക്കേറ്റ് ബിജു എന്ന് പറയുന്നൊരു അഡ്വക്കേറ്റ് എന്നോട് ഒരു പ്രാവശ്യം വിളിച്ചിട്ട്, സുപ്രീം കോടതിയിൽ മലയാളിയായിട്ടുള്ള വക്കീലാണ്, അത് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സാർ 370 ആർട്ടിക്കിളിന് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കക്ഷി ചേരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100%. അങ്ങനെ ഞാനും അതിനകത്തൊരു കക്ഷി ചേർന്നിട്ടുണ്ട്. ഈ 370 ആർട്ടിക്കിൾ എടുത്ത് കളയണം. അതിൻ്റെ കാരണം പ്രാക്ടിക്കലായിട്ട് ഞാൻ അനുഭവിച്ച വസ്തുതകളാണ് ഞാൻ ആ കേസിനകത്ത് ബിജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഡ്വക്കേറ്റ് ബിജു അതിൽ ഫയൽ ചെയ്തു. ഇന്നിപ്പം എൻ്റെ പേരും ആ ചരിത്രത്തിൻ്റെ കേസ് ഷീറ്റിനകത്ത് എൻ്റെ പേരും ഉണ്ട്. അവിടെ മേജർ AK രവീന്ദ്രൻ എന്ന് പറയുന്ന മേജർ രവി എന്നുള്ളത് ആ കേസിലുണ്ട്. ബിക്കോസ് അതിനകത്ത് ഞാൻ അഡ്വക്കേറ്റ് ബിജു ഫയൽ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പട്ടാളക്കാരൻ 88 തൊട്ട് 91 വരയ്ക്കും കാശ്മീരിൻ്റെ മിലിറ്റൻസിക്കുള്ളിൽ കിടന്ന് കളിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അവിടെ ഓപ്പറേഷൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി, അവിടെ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ, കയ്യിൽ തോക്കും ബുള്ളറ്റ്സും ആംനേഷനും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും മുന്നിൽ നിന്ന് കല്ലെറിയുന്നവനെയും തലയിൽ കൂടെ ബക്കറ്റിൽ വെൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് മൂത്രം ബക്കറ്റിൽ ഒഴിക്കുന്നവൻ്റെയും എഗൻസ്റ്റിൽ തോക്കെടുത്ത് വെടിവെക്കാൻ അധികാരമില്ലാതായി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. എന്തുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള ക്രൈം തോക്കെടുത്ത് വെടിവെക്കാനുള്ളതൊന്നുമില്ല, പക്ഷേ അവർ ചെയ്തിരിക്കുന്ന എന്തുകൊണ്ട് അവർക്ക് ആ ധൈര്യം വന്നു, ഇവരിത് വെടിവെക്കില്ല എന്നുള്ളതുകൊണ്ട്. ആ സിറ്റുവേഷനാണ് മാറ്റിയെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഈ 370 ആർട്ടിക്കിൾ കൊണ്ട് ആർക്കാണ് ഗുണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. 2 ഫാമിലീസിനായിരുന്നു. മഫ്തി മുഹമ്മദ് സെയ്ദിയുടെ ഫാമിലി, മെഹബൂബ സെയ്ദി ആൻഡ് ഗ്യാങ്, അനദർ ഫറൂഖ് അബ്ദുള്ള ആൻഡ് ഫാമിലി. ഈ 2 ഫാമിലിയാണ് അവിടുത്തെ ഗുപ്പാർ റോഡിൽ കംപ്ലീറ്റ് ഇവരുടെ പ്രോപ്പർട്ടീസ് മുഴുവൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഈ 2 ഫാമിലീസിൻ്റെയാണ്. ഗോൾഫ് കോഴ്സ് അടക്കം ഉള്ള, ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ബിറ്റ്വീൻ ദ മഹാരാജ റോഡ് ആൻഡ് കണ്ടോൺമെൻറ്റ് ആൻഡ് ഡൾ ലേക്കിനിടയിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഇവരുടെയായിരുന്നു, ഈ 2 ഫാമിലീസിൻ്റെ. കാശ്മീരിലെ പല വില്ലേജിലും ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ട് മെയിൻ റോഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉള്ള പല വില്ലേജിലും വെള്ളമില്ല, പൈപ്പ് വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അവിടുത്തെ പോപ്പുലേഷൻ കൂടുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാ വില്ലേജിലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ 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 കുട്ടികളിങ്ങനെ റോട്ടിലുണ്ടായിരിക്കും. എന്താണ്, 6 മണി കഴിഞ്ഞാൽ ഒരു പണിയില്ല, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പിന്നോട് കിടക്കണം. സോ ദെയർ റീപ്രൊഡക്ഷൻ വാസ് ഹാപ്പനിങ്, ദാറ്റ്സ് ഓൾ, നത്തിങ് എൽസ്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, സ്കൂളില്ല. ഇതെല്ലാം മാറ്റി കിട്ടിയത് എപ്പോഴാണ്? 370 ആർട്ടിക്കിൾ പോയതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പോകുന്ന, അവിടേക്ക് പോകുന്ന ഗ്രാൻഡ്, ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് ഇൻ ടു ദ പബ്ലിക്. റോഡിലേക്ക് പോകാൻ തുടങ്ങി, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ്, പൈപ്പ് ലൈനിലേക്ക് പോകാൻ തുടങ്ങി, അതുപോലെ തന്നെ അവർ ഇലക്ട്രിസിറ്റിയിലോട്ട് പോകാൻ തുടങ്ങി. ഇതെല്ലാം വില്ലേജിലേക്ക് എത്താൻ തുടങ്ങി. ഈ വില്ലേജിലേക്ക് എത്തുമ്പോഴാണ് ഡെവലപ്മെൻറ്റ് വരുന്നത്. അന്നുണ്ടായിരുന്ന വ്യക്തികൾക്ക് ഒരു ടൂറിസം വളരെയധികം കുറവായിരുന്നു ഈ മിലിറ്റൻസി ഉള്ളതുകൊണ്ട്. സോ അവൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി ഓട്ടോ ഇല്ല, ഷിക്കാരിക്ക് ഓട്ടോ ഇല്ല, ഒക്കെ വിളിച്ചിട്ട് പറയും, സാറേ ഒരു 300 രൂപ കൊടുക്ക്, അല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുക്ക്, ഒന്ന് ഡൽഹിക്ക് കൂടെ ഒന്ന് പോയിട്ട് വാ. ആ ലെവലുകാർക്ക് ഇന്ന് അവിടെ ഷിക്കാരെ കിട്ടാൻ നമ്മൾ ലൈനിൽ കാത്തേക്കേണ്ടി വരും.
അപ്പം എന്തായി, ഇവരുടെ വരുമാനം കൂടി. ഈ വരുമാനം കൂടുന്ന സമയത്ത് അവരുടെ എക്കണോമി കൂടുന്നു. അപ്പോൾ അവർക്കെന്താണ്, അവർക്ക് ഈ മിലിറ്റൻസിനെ എൻകറേജ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. മിലിറ്റൻസി ഈസ് ഗോൺ, ടേക്കൺ എ ബാക്ക് സീറ്റ്. ഇപ്പോൾ വല്ലയിടത്തും കാണുന്ന എവിടെയാണ്, പൂഞ്ച് രജോറി സെക്ടറിലാണ് ഇപ്പം പറ്റുന്നത്. കാരണം പൂഞ്ച് എന്ന് പറയുന്നത് LOCയുടെ തൊട്ടടുത്ത്, പൂഞ്ചിൽ നിന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മണ്ടോളും ആ ഏരിയയൊക്കെയാണ് അവരുടെ പാകിസ്ഥാൻ്റെ വില്ലേജും കാര്യങ്ങളൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണുന്നതാണ്. അവിടുന്ന് ഇവർക്ക് ഇൻട്രൂഡ് ചെയ്യാൻ എളുപ്പമാണ്. അവിടെയാണ് ഇപ്പോൾ കുറേശ്ശെ മിലിറ്റൻസി നടക്കുന്നത്. പാകിസ്ഥാനിലും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മിലിറ്റൻസി കഴിഞ്ഞു. അവരുടെ അടുത്ത് പൈസ ഇല്ല, ISIയുടെ അടുത്ത് പൈസ ഇല്ല. ഇതിനും കാരണമുണ്ട്. ഇവിടെ ഘോരഘോരം ഷൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഡീമോണിറ്റൈസേഷൻ ഞങ്ങളുടെ നട്ടലൊടിച്ചു, 2000 രൂപയ്ക്ക് ക്യൂ നിന്നു. ബാക്കിയുള്ളതിനൊക്കെ ഇവർ ക്യൂ നിൽക്കുന്നതിനൊന്നും, കിറ്റിന് ക്യൂ നിൽക്കുന്നതിനൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഈ 2000 രൂപ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ക്യൂ നിന്നു. ഇത് എന്തായിരുന്നു ആക്ച്വലി സംഭവം? എത്ര പേർക്ക് ഇവിടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ വാസ് പ്രിൻറ്റിങ് നമ്മുടെ ഇന്ത്യൻ കറൻസി പ്രിൻറ്റ് ചെയ്യുമായിരുന്നു. ഇതെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തിരുന്നത്? നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ്, വി വർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ജർമ്മനി ജർമ്മനി എന്നായിരുന്നു തോന്നുന്നത്. ഈ മെഷീൻ നമ്മൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നത്. ഈ സെക്കൻഡ് ഹാൻഡ് മെഷീൻ അവിടെ പോകുന്നത് അത് പാകിസ്ഥാൻ അവർ വിൽക്കുമായിരുന്നു. അവരവിടെ കൊണ്ടിട്ട് നോട്ടടിച്ചുകൊണ്ട് പേപ്പറും അവിടെ തന്നെ കിട്ടും. ഇതിനെയാണ് ഡീമോണിറ്റൈസേഷൻ ചെയ്തുകൊണ്ട് മോദിജി എന്ത് ചെയ്തിരിക്കുന്നു, മെഷീൻ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. മൈസൂരിൽ അതിൻ്റെ ഫാക്ടറിയും അതിൻ്റെ റിസർവ് ബാങ്കിൻ്റെ സെറ്റപ്പും ഇതെല്ലാം ചെയ്ത്, പ്ലസ് പ്രിൻറ്റിങ് പേപ്പർ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ഇറ്റ്. ഇതായപ്പോൾ പാകിസ്ഥാൻ ഈ 2 സാധനം ഇപ്പോൾ കിട്ടാനില്ല. അവനവിടെ നോട്ടടിക്കാൻ പറ്റുന്നില്ല. അത് വിറ്റിട്ട് വേണം ഇവിടുന്ന്, അവരവിടുന്ന് 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ 1 ലക്ഷം കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവിടെ 50,000 രൂപ കിട്ടും, ഒറിജിനൽ പാകിസ്ഥാൻ കറൻസി. അപ്പോൾ അവരും ദേവർ ഗോയിങ്, നമ്മുടെ എക്കണോമി വാസ് ഗോയിങ് ഡൗൺ. ഇത് ഡീമോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചോദിക്കും, എവിടെ പോയി ആ പൈസ, എവിടെ പോയി ഈ പൈസ? എല്ലാം ഉണ്ട് മക്കളെ, എല്ലാറ്റിനും അക്കൗണ്ട് ഉണ്ട്, എല്ലാം തീരുമാനമാക്കിയിരിക്കുന്നു. ഞാൻ 71 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബിക്കാനീറിൽ, സൂരത്ഗഡിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. കാലത്ത് ഇന്ദിരാ കനാൽ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പം വണ്ടികൾ മുഴുവൻ അവിടെ നിർത്തിയിട്ട് പാലത്തിന് മുഴുവൻ നോക്കുകയാണ് ഏർലി മോർണിംഗിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ധ്യാൻ ക്യാ ഹുവാ? സൈഡിൽ നിർത്തി നോക്കുമ്പോൾ റോഡിൽ കൂടെ 1000-ൻ്റെ മറ്റേ തോട്ടിൽ കൂടെ 1000-ൻ്റെ നോട്ടുകൾ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അത് 1-2 ചാക്കിൽ കെട്ടിയിട്ട് വിട്ടിരിക്കുന്ന പോലെ അതിങ്ങനെ പോകുന്നുണ്ട്. കാരണം അതിനെക്കൊണ്ട് ഒരു കാര്യമില്ലാതായിപ്പോയി. ഇതെവിടെയും കൊണ്ട് ഇനിയിപ്പോൾ ഡിപ്പോസിറ്റും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇതിൽ പലയിടത്തെ മന്ത്രിമാരുടെയും കണ്ടെയ്നറുകളെല്ലാം കൊണ്ട് കടലിൽ താത്തേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. അത് മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള മന്ത്രിമാർ. കണ്ടെയ്നറിൽ കൊണ്ടുപോയിട്ട് വെച്ചിരുന്ന ഇത് മുഴുവൻ കൊണ്ടുപോയിട്ട് അവർക്ക് കടലിൽ താത്തേണ്ടി വന്നു. അങ്ങനെ പല കാര്യങ്ങളിലും ഇതുപോലുള്ള കള്ളന്മാരുടെ നട്ടലൊടിച്ചിട്ടുള്ള വ്യക്തിയാണ് മോദിജിയുടെ ഈ പോളിസി എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തോ. അപ്പോൾ ആ ഒരു ലെവലിൽ രാജ്യം വേറൊരു ലെവലിൽ പോകുന്ന സമയത്ത് ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ഇപ്പം എന്താണ് കാണുന്നത്? ഇന്ത്യ INDA 26 കക്ഷികളാണ്. 26 പ്രൈം മിനിസ്റ്ററാണ്. എന്തിനാണ് പ്രൈം മിനിസ്റ്റർ ആകുന്നത്? എനിക്ക് കക്കണം. അപ്പം മോദിജിയുടെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ളൊന്നും കാണണം. നിങ്ങൾ മാക്സിമം പറയും അദാനിക്ക് കൊടുത്തു, അംബാനിക്ക് കൊടുത്തു എന്ന്. എന്തോ ആയിക്കോട്ടെ, നിങ്ങളിവിടെ നിന്ന് ഈ വളരെ ചെക്ക് പോസ്റ്റൊന്നും അപ്പുറത്തേക്ക് കിടക്കൂ. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഹൈവേയുടെ ഇതൊക്കെ കണ്ടിട്ട് പ്രശംസിക്കുന്നുണ്ടല്ലോ. എന്താണ് പാലക്കാട് റോഡ്, തൃശ്ശൂർ റോഡ്, ഒന്ന് അപ്പുറത്തേക്കൊന്ന് കിടക്കുന്നത്. ഇതിൻ്റെ 4 ഇരട്ടി വീതിയിലാണ് റോഡുകൾ ഓൾ ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ സ്റ്റേറ്റ് സ്ഥലവും കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത് ഇതെല്ലാം. ഇവിടെയൊക്കെ 40 വർഷമായിട്ട് സർവേ എടുത്തിട്ട് കഴിഞ്ഞിരുന്ന സാധനം ഇപ്പോഴല്ലേ ഒന്ന് ഫാസ്റ്റാക്കിയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡെവലപ്മെൻറ്റ് വരുന്ന അങ്ങനെയുള്ളൊരു രാജ്യത്തിലെ പ്രൈം മിനിസ്റ്ററിന് എനിക്കറിയില്ല, പ്രൈം മിനിസ്റ്റർക്ക് എന്നെ അറിയില്ല. പക്ഷേ ആസ് എ സിറ്റിസൺ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിത് കാണുന്ന സമയത്ത് യെസ് മൈ കൺട്രി ഈസ് ബീൻ ടേക്കൺ ബൈ സച്ച് എ ഗുഡ് ലീഡർ എന്ന് പറയുമ്പോൾ ആ ലീഡർ ഏത് പാർട്ടി എന്നുള്ളത് നോക്കണ്ട. ആ ലീഡറിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഈ ശുചിത്വ മിഷൻ ഇതൊക്കെ നമുക്ക് ആരാണതൊക്കെ പറഞ്ഞ് തുടങ്ങിയത്? ഇതെല്ലാം ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഇലക്ഷൻ വരുന്ന സമയത്ത് എന്താ കിട്ടുന്നത് അതിൻ്റെ മുകളിൽ മാത്രം നിങ്ങൾ ചിന്തിക്കരുത്, ലോങ് ടേമിൽ ചിന്തിക്കൂ. അതുകൊണ്ട് തന്നെയാണ് എഗെയിൻ 90s ആ 370 ആർട്ടിക്കിൾ പോയിട്ട് ഇപ്പം ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു ട്രക്ക് ആപ്പിൾ അവിടെ നിന്ന് ലോഡ് കയറ്റണമെങ്കിൽ ഒരു 3-4 വർഷം മുന്നേ അത് കാര്യം പറഞ്ഞു 1,40,000 രൂപയാണ് ആ ട്രക്ക് അവിടുന്ന് ചണ്ഡീഗഡ് എത്താൻ വേണ്ടിയിട്ട്. ഒരു 24 hours ഡ്രൈവാണ്. 24 hours 30. ഇതിന് 1,40,000 രൂപയാണ്
ചാർജ്. അപ്പം എന്താ ഇവൻ 20 രൂപയ്ക്ക് വിൽക്കുന്ന ആപ്പിൾ ചണ്ഡീഗഡ് എത്തുമ്പോഴത്തേക്ക് ഇത് ഇത്രയും പൈസ അങ്ങ് കൂട്ടിക്കോ, അപ്പോൾ അത് 35 രൂപയായി. അതിവിടെ സൗത്തിൽ കൂടെ എത്തുമ്പോഴത്തേക്കും ഇത് 200 രൂപയാവുകയാണ് ഇപ്പോൾ ഈ സാധനം, 1 കിലോ ആപ്പിൾ. അവിടെ നമ്മൾ വിൽക്കുന്നത് 10 രൂപയ്ക്കാണ് ഈ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. അതിവിടെ എത്തിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ 200 രൂപ. ഡെലീഷ്യസ് ആപ്പിൾ എന്നും പറഞ്ഞ് നമ്മൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ഷിംല ഗോൾഡ് എന്നൊക്കെ പറയുന്നത് കഴിക്കുമ്പോൾ ഇത്രയും പ്രൈസ്. ഇപ്പം എന്തായി, 370 ആർട്ടിക്കിൾ മാറി. അതിന് മുന്നേ തന്നെ മോദിജി വന്നപ്പോൾ തന്നെ ഇലക്ട്രിക് ലൈൻ, മറ്റേ റെയിൽവേ ലൈൻ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉധംപൂരിൽ നിന്ന് അപ്പുറത്തേക്കുള്ള. ഈ റെയിൽവേ ലൈൻസ് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇതിൻ്റെ ടാരിഫ്, ഇതിൻ്റെ ഫ്രൈറ്റ് റേറ്റ് എന്ന് പറയുന്നത് 40,000 റുപ്പീസ് ആയിരിക്കും ഒരു ലോഡ് ആപ്പിള് അവിടുന്ന് കയറിയിട്ട് ചണ്ഡീഗഡിലെത്താൻ ചിലവാകുന്നു. 1,00,000 രൂപ അവർ സേവ് ചെയ്തു. ഓക്കെ, അപ്പം എന്താ ഇത് ടോട്ടൽ ഈ 200 നമ്മളിവിടെ വാങ്ങിച്ചത് അത് ഇവിടുത്തെ 150 രൂപയായി മാറി. സോ എവറിബഡി ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. അപ്പോൾ അവർക്കും അതിനനുസരിച്ച്. അതേപോലെ തന്നെ അവർ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ 35. ഈ 35 ആർട്ടിക്കിൾ എന്തായിരുന്നു? കാശ്മീരിലൊരു പെൺകുട്ടി പുറത്തുനിന്നൊരു മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ചാൽ അവളുടെ സിറ്റിസൺഷിപ്പ് പോയി അവിടുന്ന്. ഇതിൽ വേദനിച്ചിരുന്ന എത്രയോ സഹോദരന്മാരും അച്ഛനമ്മമാരും ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടി പോയി, കാരണം പിന്നെ അവൾ കാശ്മീരി അല്ല. അതും എടുത്തു കളഞ്ഞില്ലേ? അതിനെന്താ നിങ്ങളൊന്നും സംസാരിക്കാത്തതിനെക്കുറിച്ച്? കാരണം അത് ഫൈനാൻഷ്യലി ആരെയും എഫക്റ്റ് ചെയ്യുന്നില്ല. ഫൈനാൻഷ്യലി എഫക്റ്റ് ചെയ്യുന്നത് 370 ആർട്ടിക്കിളിനെയാണ്. കാരണം അതിൽ ഈ കട്ടുകൊണ്ടിരുന്നിരുന്ന ഈ 2 ഫാമിലീസിന് ഇനി കക്കാൻ പറ്റില്ല. ഈ പണം സ്ട്രെയിറ്റ് പോകുന്നപ്പം ജനങ്ങളിലേക്കാണ്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്തു. ഇനിയിപ്പോൾ ആ സ്റ്റേറ്റ് സ്റ്റാറ്റസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് എ ചീഫ് മിനിസ്റ്റർ, ദേ വിൽ ബി ഹാവിങ് എ ടോട്ടൽ ഡെമോക്രസി, ആൻഡ് ദാറ്റ് ഈസ് ഹൗ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു ചങ്കൂറ്റത്തോട് കൂടിയിട്ട്, അത് ആരാണ് പണ്ട് RSSൻ്റെ പ്രചാരകമായിരുന്ന സമയത്ത് തന്നെ അവിടെ പോയി കൊടി നാട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഇന്നത്തെ ഈ മോദിജി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ. അന്ന് അവിടെ ഒരുത്തം കയറി ചെല്ലാൻ ധൈര്യപ്പെടാത്ത സമയത്ത് ഇതിന് ഇരട്ടച്ചങ്കും 4 ചങ്കൊന്നും വേണ്ട, ഒറ്റ ചങ്ക് മതി. അതാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഐ യൂസ് ടു റിയലി ഫോളോ ഹിം ആൻഡ് അഡ്മയർ ഹിം. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസാണ്. അപ്പോൾ 370 ആർട്ടിക്കിൾ യു ആർ ക്ലിയർ. ടുഡേ പീപ്പിൾ ആർ വെരി ഹാപ്പി. ആൻഡ് അവിടെ ഇപ്പോൾ പോവും, റോഡ്സ് ആർ വൈഡൻഡ്. പിന്നെ നിങ്ങൾക്ക് ആ റെയിൽവേ ലൈൻ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലും യൂറോപ്പിലൊന്നും പോകണ്ട. ആ റെയിൽവേ ട്രാക്കിൽ മഞ്ഞ് വീഴുന്ന സമയത്ത് ടേക്ക് എ വെക്കേഷൻ. ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ആ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയത്തുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഫീലിംഗ് ഫോർ അസ് വിത്തിൻ അബൌട്ട് 2024 ആണ് പറഞ്ഞിരിക്കുന്നത്. ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ വെൻ യു നോ ദറ്റ് യുവർ കൺട്രി ഈസ് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഭിമാനത്തോട് പറയും, യെസ് മൈ കൺട്രി ഹസ് ഗോട്ട് ദിസ്. നമുക്ക് മലയുണ്ട്, മഞ്ഞുണ്ട്, കടലുണ്ട്, ഡിസർട്ടുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് നദികളുണ്ട്, കുന്നുകളുണ്ട്. ഇനി ഇല്ലാത്ത എന്തല്ല നമ്മുടെ രാജ്യത്ത്. അപ്പം അങ്ങനെയുള്ള രാജ്യത്തിനെ കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ. ഇപ്പോൾ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞിട്ടുള്ളതിൽ BJP ഗവൺമെൻറ് ഹസ് ഗോട്ട് എ സ്ട്രോങ് ഹാൻഡ്. അല്ല, ഈ കേരളത്തിൽ ഈ കലാകാരന്മാർക്ക് BJPയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് BJPയിൽ ഉണ്ടായിരുന്ന 1-2 പേരൊക്കെ CPMലേക്കൊക്കെ പോയിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? ഞാനൊരു കലാകാരനാണെങ്കിൽ എൻ്റെ കല ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പല രാഷ്ട്രീയത്തിൻ്റെയും പേരും പറഞ്ഞിട്ട് അവാർഡുകളടക്കം വാങ്ങിച്ചു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഐ ജസ്റ്റ് ഫീൽ പിറ്റി ഓൺ ദോസ് ഗൈസ്. പിന്നെ നിങ്ങളൊരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലോട്ട് ജമ്പ് ചെയ്യുന്നപ്പോഴാണ് എനിക്കിവിടെ അധികാരം കിട്ടിയില്ല അപ്പോൾ പോവാൻ. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പരസ്യമായിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ഒരു അധികാരം ഇല്ലെങ്കിലും ശരി, ഞാനിനി വേറൊരു പാർട്ടിയിൽ പോവില്ല. ഇവിടെ നിന്ന് എനിക്ക് ഡിഫറൻസ് വരികയാണെങ്കിൽ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് യോജിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ അന്ന് ഞാൻ റിസൈൻ ചെയ്യും. അതിനുശേഷം പിന്നൊരു പാർട്ടി ഞാൻ ചേരുമെന്നുള്ളത്. പാർട്ടി ഞാൻ ചേരുന്നത് എനിക്ക് എന്തെങ്കിലും അധികാരം ആവശ്യമില്ല. മക്കളെ, ഞാൻ ഈ 66 വയസ്സ് വരെയ്ക്കും ഒരു അധികാരത്തിൻ്റെയും ഇതില്ല. ഞാൻ സ്വന്തമായിട്ടൊരു മേജർ രവി എന്നുള്ള പേരുണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് മേജർ രവി BJP ലീഡർ എന്നുള്ളതൊന്നുമല്ല, മേജർ രവി എന്നുള്ളൊരു അഡ്രസ്സ് എവിടെ പോയാലും ഇന്ന് ജനങ്ങൾ എനിക്കൊരു ചെയർ തരുന്നുണ്ട്. അതെന്താണെന്ന് അറിയുമോ? ഞാൻ ആ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള സിൻസിയറായിട്ടുള്ള സർവീസാണത്. അപ്പോൾ അതിന് എനിക്ക് ഒരാളുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഇവിടെ അധികാരം കിട്ടില്ല, അപ്പോൾ അങ്ങോട്ട് ചാടുക, അവിടെ പോയി അറ്റൻഷനിൽ നിൽക്കുക, കിടന്നുറങ്ങുക, ചെരിഞ്ഞുറങ്ങുക, ഇതിലൊന്നും റിയലി ഇത് സ്വാർത്ഥതയല്ലേ ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് ചാടിപ്പോവുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിലുള്ളൊരു പാർട്ടിക്കാരനല്ല.
ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കണം. അല്ല, പിന്നെ ചിലരുണ്ട് പല പാർട്ടിയിൽ നിന്നും ഇപ്പോൾ BJPയിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട, വി വാണ്ട് ടു സെർവ് ദ പീപ്പിൾ. അങ്ങനെയുള്ള ആളുകൾ BJPയിലേക്ക് വരുന്നുണ്ട്. അവരെ അക്സെപ്റ്റ് ചെയ്യൂ. പിന്നെ ഇവിടുന്ന് പോകുന്നൊരു ഈ സിനിമയിലത്തെ കാര്യം പറഞ്ഞില്ലേ, സിനിമ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് നിങ്ങൾക്കൊരു പാർട്ടി സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ചാൻസ് ഇല്ലെങ്കിൽ പാർട്ടിയിൽ പോകുന്നു എന്നുള്ളതാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ദെൻ മാക്സിമം വന്നിട്ട് ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ വല്ല അക്കാഡമി ചെയർമാനോ അതും ഇതൊക്കെ കിട്ടുമായിരിക്കും. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. സാർ, ഈ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ജനറൽ VK സിംഗ് ആയാലും അങ്ങനെ നിരവധി സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ BJP ആണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണത്? ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടി എന്ന നിലയിലാണോ? ദേശീയത നമ്പർ 1. ബിക്കോസ് BJP എന്നും നമ്മുടെ നാഷണൽ ഫ്ലാഗിന് എപ്പോഴും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. അത് പല പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് പെർട്ടിക്കുലർലി ഒരു ദേശത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് BJP എന്നും, പിന്നെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വാജ്പേയി സാബ് ഭരിച്ച സമയത്താണ് നമ്മളൊന്ന് BJPയുടെ ഒരു ടേസ്റ്റ് അറിഞ്ഞിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് BJP വന്നിരിക്കുന്നു എന്നുള്ളത്. അതൊരു 95, 96 ആ ഒരു ടൈമിലായിരുന്നല്ലോ അത്. 92, 96 കറക്റ്റ്. ആ സമയത്തായിരുന്നു ജോർജ് ഫെർണാണ്ടസ് സാബ് പ്രതിരോധ മന്ത്രിയായിരുന്നു. ട്രൂ തറോ ട്രേഡ് യൂണിയൻ നേതാവ്. അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹമാണ് പിന്നെ നമ്മുടെ മന്ത്രിസഭയിൽ വന്നിട്ട് ഡിഫൻസ് മിനിസ്റ്റർ. ഇദ്ദേഹം 96-ൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹം വന്ന അതിന് മുമ്പേ ആയിരുന്നെന്ന് തോന്നുന്നു. നോട്ട് റിമെമ്പറിങ് ദ അദ്ദേഹം എന്നായിരുന്നു ഈ ഡിഫൻസ് മിനിസ്റ്റർ? 99 തൊട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ സമയത്തിന് മുമ്പേ 99 തൊട്ടിട്ട് ഈ കാർഗിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത്, അതാണ് 98-ലൊക്കെ 99-99-ലാണ് ഇദ്ദേഹം സിയാച്ചിനിലൊക്കെ വന്നിട്ട് ആൾക്കാരെ കാണാൻ വരും. ഈ സിസ്റ്റം തുടങ്ങിയത് ഫെർണാണ്ടസ് സാബായിരുന്നു. മലമുകളിലൊക്കെ പോയിട്ട് ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് ഡിഫൻസ് മിനിസ്റ്റർ പട്ടാളക്കാരെ കാണുന്ന ഒരു സിസ്റ്റം തുടങ്ങിയത് ഇദ്ദേഹമായിരുന്നു. അദ്ദേഹം പോവും, കാണും, അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ അവർ പട്ടാളക്കാർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ക്ലോത്തിങ് വളരെ മോശമാണ് സിയാച്ചിൻ്റെ. കാരണം ഈ -45-ൽ 6 മാസം 7 മാസമൊക്കെ ഈ -45 ആണ്. ഒന്ന് കുറഞ്ഞാൽ ഒരു -20, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ചിലപ്പോൾ താഴ്ത്തു വരെങ്കിൽ മൂക്കിൻ്റെ തലപ്പുണ്ടാവില്ല, ചെവി ഉണ്ടാവില്ല, കാലിൻ്റെ ലിംസ് പോയിട്ടുണ്ടായിരിക്കും, കൈയിൻ്റെ വിരലുകൾ പോയിട്ടുണ്ടായിരിക്കും. നമ്മളറിയില്ല. ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചാൽ ഈ ടിപ്പൊക്കെ പോയി കാണും. കാരണം ഇതൊക്കെ കറുത്ത് പോയി കാണും, ബ്ലഡ് ഇവിടെ ക്ലോട്ടായിട്ട്. അതിങ്ങനെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് പോവും. മൂക്കിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ എത്രയോ പട്ടാളക്കാർ ചണ്ഡീഗഡ് PSI ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടായിരുന്നു. ഞാനൊക്കെ 80s ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ഈ ഫുൾ യൂണിഫോംസും കാര്യങ്ങളെല്ലാം സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുത്തിച്ചു കൊടുത്തത് ജോർജ് ഫെർണാണ്ടസ് ആണ്. അങ്ങനെയാണ് പട്ടാളക്കാർക്ക് സിയാച്ചിൻ ഒരു പേടി സ്വപ്നമല്ലാതായി മാറിയത്. ഇവരൊക്കെ വന്നിട്ട് ഈ കംപ്ലീറ്റ് സാധനങ്ങളും ടെൻറ്റും, ആ ടെൻറ്റിനകത്തൊരു മെഴുതിരി കത്തിച്ച് വെച്ചാൽ മതി, അത്രയും ചൂട് കിട്ടും ഈ -45. അപ്പം അങ്ങനെ പട്ടാളക്കാർ കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ തുടങ്ങി. മറ്റത് അവിടെ നിങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടെറിഞ്ഞിരുന്ന ചോക്ലേറ്റും ഇതൊക്കെ വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കി കിടന്നുറങ്ങിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സിയാച്ചിനിൽ. കാരണം അത് ഉരുകുമില്ല, അതിങ്ങനെ കല്ലുപോലെ കിടക്കുന്ന അമ്മമാർക്കാണെങ്കിൽ തിന്നാനും പറ്റില്ല. അത് ദേ ഡോണ്ട് ഫീൽ ലൈക്ക് ടു ഈറ്റ് അറ്റ് ഓൾ. കൊടുക്കുന്ന സാധനങ്ങൾ അവർക്ക് കഴിക്കാനുള്ള ഡൈജഷൻ ഇല്ല. എന്നിട്ട് ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ ബെഡ് ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതിങ്ങനെ ഈ കാഡ്ബറീസിൻ്റെയൊക്കെ വലിയ പീസസ് അത് വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരുന്നു ജവാൻസ് കിടന്നിരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം അങ്ങനെ മാറിയത്. അപ്പം എന്തായി? BJP ഭരിക്കുന്ന സമയത്താണ് ഇതുണ്ടായത്. രണ്ടാമത് ഈ യുദ്ധം വന്ന സമയത്ത് ഫുൾ ഫ്രീ ഹാൻഡാണ് കൊടുത്തത്. ഫ്രീ ഹാൻഡ് കൊടുത്തിട്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ LOC ക്രോസ് ചെയ്തിട്ട് ഇവന്മാരെ, നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം നല്ല സ്ട്രഗിൾ ചെയ്തു, ഒരു 10-500 ആൾക്കാർ മരിക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങ് പിടിച്ച് ഇവന്മാരെ കയ്യിലെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവരങ്ങ് ഓടിക്കുകയാണ്. ഇവരെപ്പോഴും ഇങ്ങനെയാണ്. ഈ ഒച്ചയും വെള്ളം ഉണ്ടാക്കുന്ന ഈ വടിയും കുന്നായിട്ട് നടക്കുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾ റോഡിലൊക്കെ കാണുമല്ലോ. ഇവനെ തിരിച്ചൊന്നങ്ങ് നിന്നിട്ട് എന്താണെന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുന്ന സാധനങ്ങളാണ് ഇവരെല്ലാം. അതേത് തന്നെയാണ് പാകിസ്ഥാൻ്റെയും അവസ്ഥ.
കയറി അങ്ങ് ചെന്നിട്ട് പിന്നെ ഇവരുടെ ബങ്കസ് പിടിക്കാൻ തുടങ്ങി, ഇവർ ഓടാൻ തുടങ്ങി. അങ്ങനെ സീസ് ഫയറിനുള്ള ഓർഡർ വന്നപ്പം നമ്മൾ 7-8 കിലോമീറ്ററോളം പല സ്ഥലങ്ങളിലും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. ആ സ്ഥലം വിട്ടുകൊടുക്കേണ്ട, അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞ വാജ്പേയി സാബാണ്. ഇതിന് മുന്നേയും കുറേ യുദ്ധം നടന്നിട്ടുണ്ട്, എല്ലാം വിട്ടുകൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന് ചോദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പട്ടാളക്കാർ 90%, പിന്നെ ഹാർഡ് കോർ ഇങ്ങനെ ഒരു റിബലിയസ് മൈൻഡുള്ളവർ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അവർക്ക് അവരെ വിട്ടേക്ക്, അവർക്ക് നെഗ്ലിജിബിൾ സ്ട്രെങ്താണ്. പക്ഷെ അവിടെയാണ് ബി ജെ പിക്കാരോട് നാഷണലിസവും അതുപോലെ തന്നെ പട്ടാളക്കാർ. ഇന്നിപ്പോൾ എന്താണ്, പ്രൈം മിനിസ്റ്റർ മോദിജി ടേക്ക് ഓവർ ചെയ്ത് അന്ന് തൊട്ടിട്ട് ദീപാവലി എവിടെയാണ്? അത് അവിടെ തന്നെ അല്ലേ, മഞ്ഞിൻ്റെ മുകളിലും മലയുടെ മുകളിലും. അത് ചിലപ്പോൾ BSFൻ്റെ മറ്റേ ബോർഡറിലായിരിക്കും, CSFൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ SSBക്കാരുടെ അടുത്ത്, എവിടെയെങ്കിലും അവിടെയല്ലേ, അല്ലാതെ ഇവിടെ 5-സ്റ്റാർ ഹോട്ടലല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രിയെ നിങ്ങൾ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പട്ടാളക്കാർക്ക് ആ BJPയോടുള്ള ഒരു ചായ്മ എപ്പോഴും കാണുന്നത്. ബിക്കോസ് ദേ വർ ലുക്ക്ഡ് ആഫ്റ്റർ വെൽ. പിന്നെ ഈ 1 റാങ്ക് 1 പെൻഷൻ, ഹൂ ബ്രോട്ട് ഇറ്റ്? അതിനകത്തിപ്പോൾ കുറച്ച് ആ കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പല ജവാൻസിനും ഇപ്പോൾ ഒരു തോന്നലുണ്ട്, ഓഫീസേഴ്സിന് അധികം കിട്ടി, ജവാൻസിന് കുറവാണെന്ന്. ആക്ച്വലി ഇതിൻ്റെ ഒരു കമ്പാരിസണുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ. അതിൻ്റേതായിട്ടുള്ളൊരു പ്രോപ്പർ മെമ്മോറാണ്ടം ഞാനിപ്പം ഇനിയിപ്പോൾ അതും ഈ ആപ്ലിക്കേഷനിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് അതും ഈ പട്ടാളക്കാരെ കൃത്യമായിട്ട് ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൊപ്പഗൻഡയും വരില്ല. ഇതിപ്പോൾ പലരും പ്രൊപ്പഗൻഡ അടിക്കുന്നുണ്ട്, ജവാൻസിന് കുറവായിരുന്നു. ജവാൻസിൻ്റെ ശമ്പളം ഇപ്പോഴും കുറവ് തന്നെയാണ്. ഇതിവിടെ ഒരു താഴെ കിടക്കുന്നൊരു കോൺസ്റ്റബിളിനുള്ള പൈസയും IPSൻ്റെ DGPക്കുള്ള പൈസയും നമ്മൾ വ്യത്യാസമില്ലേ? ഇത് എല്ലായിടത്തും ഉണ്ട് ഈ ഹയറാർക്കി. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പ്രൊപ്പഗൻഡ അടിച്ചുകൊണ്ട് അവരെ തെറ്റിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം പൊളിറ്റിക്കൽ മൂവും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടെ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം, പട്ടാളക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്താണ്, അതിൻ്റെ കമ്പാരിസൺ ആണെന്നുള്ളതെല്ലാം ഇതൊക്കെ എൻ്റെ ഒരു അജണ്ടയിലുണ്ടത്. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ അതുകൂടെ ഞാൻ ഡൽഹിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്യും എന്നുള്ളതും ഒരു അജണ്ടയാണ് ഇപ്പോൾ എനിക്ക്. അയോധ്യയിൽ പോയിരുന്നല്ലോ, യെസ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു അനുഭവം? ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ്. ബിക്കോസ് ഞാനവിടെ പോയിരിക്കുന്നത് ഒരു വെബ് സീരീസിൽ അഭിനയിക്കാനാണ് പോയത്. എൻ്റെ ഗുരുനാഥൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ്, പ്രിയദർശൻ. അപ്പോൾ പ്രിയേട്ടൻ വിളിച്ചിട്ട്, എടാ ഒരു ദിവസത്തിൻ്റെ വർക്കുണ്ട്, ഈ ക്യാരക്ടർ നീ ചെയ്യണമെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മലയാളി IAS കളക്ടറുടെ ക്യാരക്ടറാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി. അദ്ദേഹമാണ് ഇത് ആദ്യം ഈ നാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ മൂർത്തി അവിടെ കണ്ടു, ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ മസ്ജിദിനകത്ത് അന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്, മസ്ജിദ് ഫുൾ പുല്ലും കാടും പിടിച്ച് കിടക്കായിരുന്നു, അതിനകത്ത് ആരും പോകുന്നില്ല, നിസ്കാരം ഒന്നും നടക്കുന്നില്ല അവിടെ. വെറുതെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇപ്പം പലർക്കും അത് സത്യാവസ്ഥ അറിയാവുന്നതാണത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കലക്ടറാണ് പറയുന്നത് ഹിന്ദുക്കൾ അവിടെ വന്നിട്ട് പൂജിക്കുന്നുണ്ട്, അവർ പോയി അവിടുത്തെ മുസ്ലിംസ് അടക്കം അവർ സപ്പോർട്ട് ചെയ്യായിരുന്നു, ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ കലക്ടർ അതിനെ പ്രൈം മിനിസ്റ്ററായിട്ട് എതിർത്തു. അപ്പോൾ ആ കലക്ടറുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് പറ്റിയ റോളായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അത് എൻ്റെ ലുക്കും അദ്ദേഹത്തിൻ്റെ ലുക്കും അപ്പോൾ ആർക്കും അറിയില്ല ഇങ്ങനെ മലയാളിയാണെന്നുള്ളത്. അങ്ങനെയാണ് ചരിത്രം എടുത്തപ്പോഴാണ് അറിയുന്നത് പത്തനംതിട്ടക്കാരൻ നായരാണതെന്നുള്ളത്. അങ്ങനെയാണ് പ്രിയേട്ടൻ പറയുന്നത്, എടാ ഇത് ഇങ്ങനെ, അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ ഹിന്ദി പോലെ നീ പറയണം എന്ന് പറയുന്നത് മലയാളി ടച്ചുള്ളത്. അദ്ദേഹം ചരിത്രത്തിലുണ്ട്. അതൊരു കൺഫ്യൂഷൻ എന്തായിരുന്നു, അദ്ദേഹം പഞ്ചാബി ആയിരുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളീസ് ആരും അങ്ങനെ വലിയ കാര്യം എടുത്തത്. പക്ഷെ ഇപ്പോഴും അതെടുത്ത് നോക്കുമ്പോഴാണ് മലയാളി കളക്ടറായിരുന്നു. പിന്നെ അദ്ദേഹം അവിടുന്ന് സസ്പെൻഡായി, ഈ പ്രൈം മിനിസ്റ്റർ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം അവിടെ തന്നെ ഇലക്ഷൻ നിന്നുകൊണ്ട് 2 പ്രാവശ്യം MPയോ MLAയോ 3 പ്രാവശ്യം MP MLA എന്നൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫും 2 പ്രാവശ്യം MLA ആയി. അങ്ങനൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഈ സമയത്ത് യെസ്, ഞാൻ ശരിക്കും ഐ ഫെൽറ്റ് ദാറ്റ് ഇന്ന് അയോധ്യ കാണുന്നത്. ഞാൻ പണ്ട് പട്ടാളത്തോടൊപ്പം ഫൈസാബാദ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവിടെ സിഖ് റെജിമെൻറ്റിൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പോയപ്പോഴൊന്നും ഓക്കെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു സ്ഥലം, ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട്. പക്ഷേ ഇന്നാൾ ഞാനവിടെ പോയി, എനിക്ക് ഓഫ് കോഴ്സ് അവിടെ VIP ട്രീറ്റ്മെൻറ്റും CRPF എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. ദേ ടുക്ക് മീ ഇൻസൈഡ്. ഐ ഫെൽറ്റ് സംതിങ് ഈസ് ഡിഫറെൻറ്റ്. അവിടെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ബാബറി മസ്ജിദിന് സ്ഥലം കൊടുത്താൽ അതും താജ്മഹൽ പോലൊന്ന് കെട്ടിപ്പൊങ്ങുന്നു. ഇതൊന്നും ഇവിടെ ആരും പറയില്ല. ബാബറി മസ്ജിദ് പൊളിച്ചു, അവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇത് പൊളിറ്റിസൈസ് ചെയ്യുമ്പോഴാണ്. അവിടെ ഇപ്പോൾ ആ കണ്ടറിൽ കിടന്ന ഈ പള്ളിയുടെ സ്ഥലത്ത് അപ്പുറത്തവർ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു താജ്മഹൽ പോലുള്ളൊരു ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. സോ
ഐ ഫെൽറ്റ് റിയലി നൈസ് ടു ബി ദർ ബിക്കോസ് ഞാനൊരു വിശ്വാസിയാണ്. പിന്നെ അവിടെ ഇപ്പം നമ്മളിപ്പം ചെല്ലുന്ന സമയത്ത് എയർപോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ചെന്നിട്ട് നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല രാജവീതി പോലെ അങ്ങ് വീതി കൂട്ടിയതല്ല, കൂട്ടിയിട്ട് എല്ലാ വീടിൻ്റെയും കളറ് ചന്ദന കളറിൽ അടിച്ചിട്ട് അതിലിങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീലൊക്കെ കൊടുത്തിട്ട് എല്ലാ വീടിൻ്റെയും ഔട്ടർ സ്ട്രക്ചർ ഒരുപോലെയാണ്. യു വിൽ എൻജോയ് ഇറ്റ് വൺസ് യു ഗോ ദർ. ഒരു വിശ്വാസിയായിട്ട് അവിടെ പോകണം, അല്ല ഇനി ഒരു ടൂറിസ്റ്റായിട്ട് പോയി കഴിഞ്ഞാലും ഇതൊരു അട്രാക്ഷനാണ്. ആ ടൗണിനെ അങ്ങനെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അത് അയോധ്യ എന്നുള്ളത് യു വിൽ ഗെറ്റ് ആ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു ആയുധം. ഈവൻ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു പഴയ ലുക്കാണത്, ഫുൾ അതിൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇതിൽ ഒന്ന് മനസ്സിലാക്കണം, ഇറ്റ്സ് ഡെവലപ്പിംഗ് ടൂറിസം. ഇപ്പം ഇവിടെ പലരും പറയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇത് ഉണ്ട്, എന്താണ് പ്രതിമ അവിടെ വെച്ചിട്ട് എന്ത് കിട്ടിയെന്നുള്ളത്. നിങ്ങൾ വെറുതെ അതിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന് ചുറ്റും 7 5 സ്റ്റാർ ഹോട്ടലുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഓടുന്ന ബസ്സുകളും ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും വരുമാനവും നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി റിക്കവേർഡ് ദ മണി. അതിവിടെ ബാക്കിയാരും പറയില്ല. അത് പൊളിറ്റിക്കലി മൈലേജിനുവേണ്ടി അത് എന്തിനാണത് കെട്ടിപ്പൊക്കി, ഇതെന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയും. മോദിജിക്ക് ദേ ഗോട്ട് എ തിങ്ക് ടാങ്ക്. ദേ ജസ്റ്റ് പ്രപ്പോസ് ആൻഡ് മേക്ക് ദ തിങ്സ്. ദിസ് ഈസ് ഹൗ ദ ഗവൺമെൻറ് ഷുഡ് ബി റൂൾഡ്. അല്ലാതെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കയ്യിൽ പോക്കറ്റും കാച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ, റോഡ് എവിടെ വേണമെങ്കിലും ചെയ്തോ, 4 ദിവസത്തിന് ഓടിയാൽ മതി, 5-ാം ദിവസം പൊട്ടിക്കോട്ടെ പോലെ. നോ, ഹീസ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദിസ് ഇസ് ലോങ്, ദിസ് ഇസ് ഫോർ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ, നോട്ട് ഫോർ അസ്. നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ പോലും വരുന്ന സമയത്ത് അതുണ്ടോ അങ്ങനെയുള്ളൊരു വ്യക്തിനെ ഞാൻ ആരാധിച്ചു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം മനുഷ്യ? എനിക്ക് മനസ്സിലാകുന്നില്ല. സോ അതുകൊണ്ട് ഇനിയിപ്പോൾ വരും താഴത്ത് കുറേ ട്രോളുകളൊക്കെ ആയിട്ട് മേജർ രവി സംഘിപ്പട്ടം പണ്ടേ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെയല്ലേ ഞാൻ ആലുവയിൽ വെള്ളത്തിലെടുത്തിയാട്. അന്ന് എനിക്കറിയില്ല ഞാൻ രക്ഷിപ്പിക്കുന്നത് എൻ്റെ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയാണെന്ന്. അപ്പോൾ മേജർ രവി അറിയുന്നവർക്കറിയാം എൻ്റെ കൂടെ ഞാൻ കൊണ്ടു നടക്കും ഇവരൊക്കെ. ഞാനിപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും അവരാരും എന്നെ വിട്ടു പോകില്ല. ബിക്കോസ് ഞാനെന്ന മനുഷ്യനെ അവർക്കറിയാം. അത് ഞാൻ പ്രൂവ് ചെയ്യും. ഐ എം നോട്ട് എ പൊളിറ്റീഷ്യൻ ബട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളത്. ഒരാളെയും തല്ലുപിടിക്കാൻ ഞാൻ നോക്കില്ല, ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കും. യെസ്, BJP-യിൽ ചേർന്നു. ഇനിയിപ്പോൾ അടുത്ത ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഇല്ല, ഞാൻ ഇപ്പം ഇതല്ലേ പറഞ്ഞത്. എനിക്കിപ്പം എൻ്റെ ഫ്രട്ടേണിറ്റിയാണ്. എന്നെ ഇന്ന് നിങ്ങൾ മേജർ രവി എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു കസേല കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പട്ടാളത്ത് സർവീസുണ്ട്. പക്ഷെ ആ സർവീസ് ഞാൻ ഒറ്റയ്ക്കല്ലായത്. എൻ്റെ കൂടെ കുറേ ജവാൻസ് ഉണ്ടായിരുന്നു. ഈ ജവാൻസിലും ചില തരികിടകളൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടേക്കൂ, അവന്മാർ വേണ്ട പറയും. പക്ഷേ സിൻസിയറായിട്ടുള്ള 99% ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് സാർ. അവർ കാരണമാണ് ഞാനിന്ന് അവരറിയപ്പെടുന്നൊരു കമാൻഡോയും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നതെല്ലാം അവർ കാരണം. സോ അവർക്കും അവരുടെ ഫാമിലീസിനും ഇവർക്കെല്ലാം കൂടിയിട്ടുള്ളൊരു വെൽഫെയർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഐ എം ഗോയിങ് ടു ടേക്ക് ആൻ ഇനിഷ്യേറ്റീവ് ടു ഗെറ്റ് ദാറ്റ് റെസ്പെക്ട് ബാക്ക് ടു ദിസ് പീപ്പിൾ. ഇപ്പം അവർ പല സ്ഥലങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്, പല ഇൻസൾട്ടുകളും. അത് ഞാൻ മാറ്റും. കാരണം 8-10 വർഷം മുന്നേ ഞാനത് എനിക്കൊന്നും ഓർമ്മയുണ്ടത്. ഒരു സ്കൂട്ടറിൽ പോരുന്നൊരു പട്ടാളക്കാരൻ പാളയത്ത് മാർക്കറ്റിൽ എവിടെ വെച്ചിട്ട് ഒരു പോലീസുകാരനായിട്ട് എന്തോ കോൺഫ്രണ്ടേഷനായിട്ട് അവനെ പോലീസുകാരൻ ഐഡൻറ്റി കാർഡ് കയറി കളഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തു. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കും. ഇതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഈ പട്ടാളക്കാരനെന്ന് കേൾക്കുമ്പോൾ ആ ഒരു റെസ്പെക്റ്റും കൊടുത്തിട്ട് അവനെ വിട്. നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എടുത്തോ, അടുത്ത നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ പാങ്ങോട് ക്യാമ്പിലേക്ക് അറിയിക്കുക, അല്ലെങ്കിൽ ഏതാണ് NCC ക്യാമ്പ് അവിടെ അറിയിക്കുക. ഇതിനൊക്കെ ഒരു പ്രൊസീജിയറുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ആരാണെങ്കിലും ശരി, ഐ വിൽ ബി ഫൈറ്റിംഗ് ഫോർ ദ ജസ്റ്റിസ് ടു ദ എൻറ്റയർ പബ്ലിക്. അതെനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനെനിക്ക് അവിടെ നിന്നുള്ളൊരു സപ്പോർട്ട് വേണം. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഏതൊരു മനുഷ്യനും ഇൻജസ്റ്റിസ് നടക്കുകയാണെങ്കിൽ ഐ വിൽ ഫൈറ്റ് ഫോർ ഇറ്റ്. ഐ വിൽ നോട്ട് ആസ്ക് ഹിം, ഐ യു എ പാർട്ടി മെമ്പർ എന്നുള്ളത്. ഐ യു എൻ ഇന്ത്യൻ, ദാറ്റ്സ് ഓൾ ഗുഡ് ഫോർ മീ.